പുലിയെയും ജീവിതത്തെയും പേടിക്കുന്ന കൊച്ചപ്പിപ്പിള്ള ഇനിയില്ല. ഒറ്റയ്ക്കല്ല, അഖിലാണ്ടമൊപ്പമുണ്ട്, ശിവലിംഗദാസന്റെ കൂടെ. ब्रह्मणे मूर्तिमते श्रीतानां शुद्धिहेतवे नारायण यतीन्द्राय तस्मै श्रीगुरवे नमः। नमो भगवते नित्याय शुद्धमुक्तमहात्मने नारायण यतीन्द्राय तस्मै श्रीगुरवे नमः। ब्रह्मणे मूर्तिमते श्रीतानां शुद्धिहेतवे नारायण यतीन्द्राय तस्मै श्रीगुरवे नमः। नमो भगवते नित्याय शुद्धमुक्तमहात्मने नारायण यतीन्द्राय तस्मै श्रीगुरवे नमः। സ്വാമി വന്നോളൂ വന്നോളൂ സ്വാമി. സ്വാമി എന്താ എവിടെ നിന്ന് വരുന്നു? എന്താണ് ആവശ്യം? കണ്ണമ്മൂല കുഞ്ഞമ്പിള്ള അദ്ദേഹമാണ് ഇങ്ങോട്ട് അയച്ചേ. ആര്? ചട്ടമ്പി സ്വാമിയോ? അതെ, അദ്ദേഹം തന്നെ. ഞങ്ങളുടെ ദയനീയതയും പ്രയാസവും നേരിട്ടറിയാം. വലിയൊരു ദുഃഖമായിട്ടാണ് സ്വാമി വരുന്നത്. വെറും കൈയോടെ ഭൂമിയിലേക്ക് ആരും വരുന്നില്ല. ചെറുതും വലുതുമായ പ്രാരാബ്ധ കർമ്മങ്ങൾ, ദുഃഖങ്ങൾ. 3 നേരവും തീ തന്നെ തിന്നാൻ. കണ്ണീരൊഴിഞ്ഞിട്ടൊരു നേരമില്ല സ്വാമി. ഇവളുടെ വിവാഹം കഴിഞ്ഞു. പക്ഷേ കുഷ്ഠരോഗമാണെന്നറിഞ്ഞ് വരന്റെ വീട്ടുകാർ കൊണ്ടുപോയില്ല. കുഷ്ഠരോഗം മഹാരോഗമൊന്നുമല്ല. കുഷ്ഠരോഗികൾ തന്ന ആഹാരം നാം കഴിച്ചിട്ടുണ്ട്. സ്വാമി വാർണപ്പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് കുഷ്ഠരോഗം മാറ്റിയതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മാവൻ പേരുകേട്ട വൈദ്യനാണ്. ആ ബലത്തിൽ നാം ചിലതൊക്കെ ചെയ്തെന്ന് മാത്രം. സ്വാമി കണ്ടേ പിന്നെ ഒരാശ്വാസം, ഒരു ബലം. സ്ഥലം അങ്ങനെയല്ലേ. ഏത് പാപവും തീരുന്ന അരുവി, ഔഷധമണമുള്ള കാറ്റ്. എന്തായാലും വന്നില്ലേ. അരുവിയിൽ കുളിച്ചു വന്ന് ആഹാരം പാകം ചെയ്യട്ടെ. 3 തവണ മുങ്ങി കുളിക്കണം. സ്വാമി അനുഗ്രഹം കിട്ടുന്നു. സ്വാമി ആഹാരം പാകം ചെയ്യാനുള്ള ഏർപ്പാടാക്കും. ശരി സ്വാമി.
നിങ്ങളല്ല, പെൺകുട്ടിയാണ് പാകം ചെയ്യേണ്ടത്. അവൾ കുഷ്ഠരോഗിയാണ് സ്വാമി. അതിനെന്താ, രോഗം ആജന്മ ശത്രുവല്ല. അമ്മ മാറി നിൽക്കണം, രോഗം മാറണ്ടേ. മോളെ വാ. സ്വാമി, ദാ, പച്ചില വർഗ്ഗങ്ങൾ കഴിക്കണം, സൂര്യ നമസ്കാരം ചെയ്യണം, ഷഷ്ടിവ്രതവും നോക്കണം. രോഗം ഒഴുകി ഒഴുകി ദൂരെ പോകുന്നത് കാണാം. വൈദ്യരെ, ഏത് വേണം? അത് വേണ്ട, ഇതെടുക്കാം. ഗംഗേശ കൈലാസനാഥായ വന്ദേ മഹാദേവ ശ്രീഭൂതനാഥായ സംഹാര രുദ്രായ രുദ്രാക്ഷഭൂഷായ ശംഭോ ത്രിനേത്രായ ഏഴാംഗധാരായ പറ്റില്ല, അത് മുഴുവൻ കുടിച്ചേ പറ്റും. ജപമന്ത്രമണിയായ പഞ്ചാക്ഷരങ്ങൾ ഹിമശൈലമുണരും ദ്രുത നടന താളം നടരാജലീല ഗൗരീശ ഗംഗേശ കൈലാസനാഥായ വന്ദേ മഹാദേവ ശ്രീഭൂതനാഥായ സംഹാര രുദ്രായ രുദ്രാക്ഷഭൂഷായ ശംഭോ ത്രിനേത്രായ ഏഴാംഗധാരായ ഈ ഭുവനമൊന്നാകെ ഇരുകരവും ചേർക്കുന്നു ഹരനെ പരനെ വന്ദിച്ചിടാൻ അഹമൊഴിയും ഓംകാര സ്വരധാര കേൾക്കുന്നു ദിനവും ദിനവും നിന്ദാസനായി Ba 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 ga ma ga ma ga sa sa ni ba 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 ba
ആങ്കോട് ക്ഷേത്രത്തിൽ പോകാനിറങ്ങിയപ്പോൾ സ്വാമിയുടെ കാര്യം വിചാരിച്ചു. കൊടിതൂക്കി മലയിലിരിക്കുമ്പോ ആ ചിന്ത പറന്നെത്തി. ഉടൻ തന്നെ മലയിറങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പറഞ്ഞു, ചാലിയാട്ട് കുടുംബം അരിയപ്പുറത്തെത്തിയത് പച്ചിലമരുന്ന് തേടിയാണെന്ന്. നാണസ്വാമി ധ്യാനിക്കാനും. നമുക്ക് മരുത്വാമലയും കൊടിതൂക്കി മലയും ഒരുപോലെയാ. രണ്ടിടത്തും ഔഷധ സസ്യങ്ങളായി അവതരിച്ച ദേവതകളുടെ സാന്നിധ്യം. കാലഗതി അല്ലാതെന്തു പറയാൻ. മരുന്ന് ചെടികൾക്കിടയിൽ തന്നെ മുൾച്ചെടികൾ, പുൽച്ചെടികൾ. കാലഗതി ഏതിലുമുണ്ട്. ജലത്തിലത് പ്രളയം, കരകവിയൽ, വറ്റിവരളൽ. ചെടിയിൽ ഇലകൊഴിയലും തളിർക്കലും. മനസ്സിന്റെ കാലഗതികളാകുമോ സുഖദുഃഖങ്ങൾ? ശരിയാ. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ പോലെയാ സുഖദുഃഖങ്ങൾ. അനുനിമിഷം മാറുന്നു. ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് ഇതൊക്കെ ചിന്തിക്കാറുണ്ട്. എല്ലാ ദിവസവും ക്ഷേത്ര ദർശനമുണ്ടോ? ഉണ്ട്. ഒന്നുകിൽ കരികിലെ കുളക്കര, അല്ലെങ്കിൽ അങ്ങോട്ട്. ദർശനം നല്ലതാ, പ്രത്യേകിച്ച് സുദർശനം. ഈശ്വര ദർശനം അതാണല്ലോ. അങ്ങോട്ട് പോയി ദർശിച്ചാലും മനസ്സിലൊരു കരട് കിടക്കും. അതെന്താ അങ്ങനെ? ദൈവദർശനം മറയ്ക്കുന്ന ചില അനാചാരങ്ങൾ. താണജാതിക്കാർക്കൊരു വിലയുമില്ല. നാൽക്കാലികളേക്കാൾ കഷ്ടമാണ് സ്വാമി ഇരുകാലി കൂട്ടങ്ങൾ. മഹാദേവൻ മുക്കണ്ണനല്ലേ? സഹികെട്ട തൃക്കണ്ണ് തുറക്കും, എല്ലാം കത്തിച്ചാരോ ആവും. പുറകു തൂക്കി നേരു തൂക്കി കേറിയടിച്ച് വാരിക്ക് ചാർത്തി. രാമനോട് വരൂ. രാമന്റെ മനസ്സിലെന്തോ ചോദ്യം ഉരുത്തിരിയുന്നുണ്ടല്ലോ. അത് ചുവടുകളും അടവുകളും എല്ലാം കേമം തന്നെ. പക്ഷേ എന്താ ഒരു പക്ഷേ? പറഞ്ഞോളൂ. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നനച്ചിരിക്കാതെ ഒരു ആക്രമണം ഉണ്ടായാൽ ഈ ചുവടുകൾ വച്ച് പ്രത്യാക്രമണം നടത്താൻ സാധിക്കുമോ എന്ന് എന്താ സന്ദേഹമുണ്ടോ? ഉണ്ട്. വാ അടിക്കേ. വലതുകാല ആഞ്ഞു വെച്ച് ചൂടെന്നുറപ്പിച്ചാൽ ഉള്ളേ മതമെളിക കൊമ്പന്റെ മസ്തകം പറയൂടെയും മർമ്മത്തിലൂടെ ജീവൻ പിടിയും. തള്ളവരൽ തന്നെ ധാരാളം. ചുവടുറച്ചാൽ മനസ്സുറയ്ക്കും, മനസ്സുറച്ചാൽ പിന്നെ എല്ലാം ഉറയ്ക്കും. ഏതായാലും അടിതടയും മർമ്മോദ്യം അഭ്യസിച്ചത് നന്നായി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അഭ്യാസം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് സംഭവം. എന്തുണ്ടായി? വഴിയിൽ വെച്ച് ചില യുവപ്രമാണിമാർ ചെറഞ്ഞു നോക്കും. വഴി നടക്കുന്നതും ചോദ്യം ചെയ്തു. നിങ്ങൾ പേടിച്ചു നിന്നോ പേടിച്ചോടിയോ? ഞങ്ങളും വിട്ടില്ല. വാക്കേറ്റമായി. കയ്യാങ്കളിയോളം എത്തി. മർമ്മം നോക്കി രണ്ട് അടവെടുത്തോ? അടവ് പുറത്തെടുത്തതേ ഉള്ളൂ. കണ്ണുമടച്ചൊരു പ്രയോഗം. കണ്ണു തുറക്കുമ്പോ മുന്നിലൊരുത്തനുമില്ല. ഇത്രയേ ഉള്ളു പിള്ളേ. ഉയരുന്ന കൈക്കെതിരെ മറുകൈ ഉയരണം. ഉച്ചത്തിലുള്ള വാക്കിനെ ഒച്ച കൊണ്ട് അടയ്ക്കണം. നാട്ടിലെങ്ങും കാട്ടുതീ പോലെ ഈ വാർത്ത പരന്നിട്ടുണ്ട്. നാടാകെ പരക്കണം. സിംഹങ്ങൾ ഉറക്കമുണർന്നു തുടങ്ങിയെന്ന് ലോകമറിയണം. അയ്യൻ നിർദ്ദേശിച്ച പോലെ ചെറു സംഘങ്ങളായി ഇനി നീങ്ങണം. ചട്ടമ്പികളെ പോലെ തോന്നും വിധം ചുറ്റിക്കറങ്ങണം. ജാതിരാക്ഷസനെ വേട്ടയാടണം. അവർണരുടെ ഭയാശങ്കകളും വിനയവും തിന്നാണ് ജാതിരാക്ഷസൻ കൊഴുത്തു വളർന്നത്. അതിനെ പുറങ്കാൽ കൊണ്ട് തൊഴിക്കണം. ജാതിരാക്ഷസൻ പിടുത്തോണ്ടോടും. അയ്യനെ ഇപ്പോൾ ഊർപ്പിള്ളയെന്നും മൂത്ത് പിള്ളയെന്നൊക്കെയാണ് നമ്മുടെ ആൾക്കാർ വിളിക്കുന്നത്. ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചോട്ടെ. കുറെ പേർക്ക് ഞാൻ താൻ തോന്നിയും നിഷേധിയുമാണല്ലോ. വെങ്ങാനൂരിൽ അവർണർക്ക് വീര്യം പകരാൻ പിറന്ന സിംഹരാജൻ, ഞങ്ങളുടെ പടത്തലവൻ.
അതൊരു ഓണക്കാലമായിരുന്നു. കളിക്കൂട്ടുകാരുമായി ഓണപ്പന്ത് കളിക്കുമ്പോൾ ഞാൻ അടിച്ചൊരു പന്ത് ഉയർന്നു പൊങ്ങി സമീപവാസിയായ ഒരു സവർണ പ്രമാണിയുടെ വീടിന്റെ മുകളിൽ വീണു. അയാൾ ചുടലമാടനെ പോലെ ഉറഞ്ഞു തുള്ളി. കുട്ടിക്കാലത്തെ ആ സംഭവം അയ്യനെ ഇപ്പോഴും നീറ്റുന്നുണ്ടല്ലേ? അയാൾ ക്ഷോഭിച്ചതിലല്ല, ജാതി തിമിരം ബാധിച്ച ആ പ്രമാണി മേലാൽ സവർണ കുട്ടികളുമായി പന്ത് കളിക്കരുതെന്ന് താക്കീതും നൽകി. അതിനുശേഷം പന്ത് കാണുമ്പോൾ എനിക്ക് അരിശം വരും. പിന്നീട് ഒരിക്കലും ഞാൻ പന്ത് കളിച്ചിട്ടില്ല. പന്തുകളിയിലും ചാടുരുട്ടിലുമായിരുന്നല്ലോ കാളിക്ക് അന്നും കുട്ടിക്കാലത്ത് കമ്പം. ലോകത്തോട് ആകെ പക തോന്നിയ ആ നിമിഷമായിരുന്നു എന്നെ നിഷേധിയും അഹങ്കാരിയുമാക്കിയത്. ചില വഴിത്തിരിവുകൾ പോരാട്ട വഴികളിലെത്തിക്കും. ഇനി എന്നത്തെ പോലെ അല്പം ഉല്ലാസമാവാം. അതിനെന്താ, ശരീരവ്യായാമം കഴിഞ്ഞ് ഇനി അല്പം വിശ്രമമാകാം, മനസ്സിനും ശരീരത്തിനും. ഏയ് വാ വാ. മൂത്തപിള്ളനെ തുടങ്ങട്ടെ, ഞങ്ങൾ കൂടെ വരാം. ഇച്ചോല അടി കണ്ടും കൃഷി നമുക്ക് ചോല പിടിച്ചും വിളവ് പോയേ. സ്വാമി, സ്വാമി വിളിക്കട്ടോ? ആവാം. സ്വാമി, ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. സങ്കടമോ? വലിയ സങ്കടമാണ് സ്വാമി. എന്താണ് സങ്കടം? കാലവർഷമായിട്ടും മഴയില്ല, പാടവും കിണറും എല്ലാം വറ്റി വരണ്ടു. ആ, സങ്കടമായി വന്നതല്ലേ, അല്പം വിശ്രമിക്കാം. മഴ അല്ലേ? അയ്യോ ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു നീ കയ്യേകിടുവതിന്നു കാക്കിടൊരുവൻ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ ഖനാംബു കൃപയാ ഗംഗാ നദീധാമമേ. ശിവം